ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് നിലവിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുവാനായിട്ടാണ് UDFിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പുതുമുഖത്തെയാണ് ഈ കുറി UDF കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. LDFിൻ്റെ കോട്ട തകർത്ത് UDF ഈ കുറി വൻ വിജയം നേടുമെന്ന് തന്നെയാണ് അണികളുടെ അടക്കം പൂർണ്ണമായും ഒരു വിശ്വാസം. എന്തു തന്നെയാണെങ്കിലും ഈ കുറി വലിയൊരു വാശിയേറിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഈ ഒരു വാർഡിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. പേരടക്കം ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ഫൈസൽ PS 17-ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പുതുമുഖത്തെയാണ് ഈ കുറി UDF മുന്നിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അങ്ങയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ്? പൊതുജന സേവന രംഗങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് ചെയ്തത്? ഞാൻ UDFിൻ്റെ യൂത്ത് കോൺഗ്രസിൽ കൂടെയാണ് നിലവിൽ ഇതായിട്ട് വന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് നിലവിൽ തുടരുന്നു. ഈ പഞ്ചായത്തും പ്രത്യേകിച്ച് ഈ ഒരു വാർഡിലെ അത്യാവശ്യം ജനങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണല്ലേ? അതെ. 2018 പ്രളയകാലത്തായാലും അതിൻ്റെ മുമ്പായാലും ഞാൻ 18 വയസ്സ് തൊട്ടിട്ട് തന്നെ ഈ പൊതുരംഗത്ത് സാന്നിധ്യമായിരുന്നു. മഹൽ കമ്മിറ്റിയുമായിട്ടും മറ്റുള്ള ഇതിലുമായിട്ടും പൊതുരംഗത്ത് സജീവമാണ്. തീർച്ചയായിട്ടും അത് ഒരു ആത്മവിശ്വാസം വലിയ തോതിൽ തരുന്നുണ്ട്. ആത്മവിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിലെ മെമ്പർമാർ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് ഇക്കുറി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാൻ പറ്റും, സിറ്റിംഗ് സീറ്റാണ്, LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുക എന്നതാണ് വലിയൊരു ദൗത്യമാണ് UDFിൻ്റെ ഒരു ടീമിനുള്ളത്. എങ്ങനെയാണ് ഈ ജനങ്ങളുമായിട്ടുള്ള ഈ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ വീടുകളിലേക്കൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? അവരുടെ പ്രതികരണം വളരെ നമുക്ക് അനുകൂലമാണ്. കോൺഗ്രസിന് അനുകൂലമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഈ വാർഡ് 17-ാം വാർഡ് ഇന്നും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുമല്ല, ഞങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ PS ഫൈസലിനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയെന്നുള്ളതാണ്. അവൻ യാതൊരു ഭാരവാഹിത്യം ഇല്ലാത്ത കാലത്തും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാർഡിൽ എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് 2018 പ്രളയത്തിൽ ആരും പറയാതെ വളരെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒഴുക്കിൽ പെട്ട് നിൽക്കുമ്പോൾ പ്രളയത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ അവിടെയെല്ലാം പോയിട്ട് ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുവരാനും വഞ്ചിയേർപ്പാടാനും എല്ലാത്തിനും ഓടിച്ചാടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ സജീവ സാന്നിധ്യമാണ്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പുതുമുഖമാണെങ്കിലും ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത്, ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയും. ഈ 17-ാം വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ സാങ്കേതികമായ കാരണങ്ങളെ കൊണ്ട് ഇവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനോട് നമ്മളെല്ലാവരും വാർഡ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് യോഗം കൂടിയപ്പോൾ മത്സരിക്കാൻ ആരാഗ്രഹിക്കുന്നു അവരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പേര് പറയുകയും അദ്ദേഹത്തിൻ്റെ പേര് പറയും. അദ്ദേഹം സ്വമേധയെ പിന്മാറിപ്പോയതാണ്. ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സ്ഥാനാർത്ഥിനെ കുറിച്ച് ചിന്തിച്ചതും ഫൈസലിനെ കൊണ്ടുവന്നതും. പക്ഷേ ഇവിടെ നിലവിലുള്ള വാർഡ് പ്രസിഡന്റ് VS സലീമും ഈ PH ചെറുമ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടിയിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അവരെല്ലാം ആർക്കായാലും കഴിയില്ല. ഞങ്ങൾ ജയിക്കുന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കുറി ഇത് പിടിച്ചെടുത്തേ മതിയാവൂ, ആ ഒരു വീറും വാശിയിൽ തന്നെയാണ്. പ്രവർത്തനം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 3-4 ഘട്ടത്തിലേക്കൊക്കെ നിങ്ങൾ പ്രചരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഘടകം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഒരു വാർഡ് തിരിച്ചു കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഘടകം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ തികച്ചും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മതേതര ചിന്തയുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒരേ സഹോദരന്മാരെ പോലെ കാണുന്നവരാണ്. തീർച്ചയായും ഫൈസലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആർജവം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ സമൂഹത്തിന് ഇതിൽ മുമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രളയകാലത്തും അതിനു മുമ്പും അതിന് ശേഷവും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്ത് ഫൈസൽ വളരെ ആത്മാർത്ഥമായി എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ആത്മാർത്ഥത ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. എങ്ങനെ നല്ലൊരു ആവേശത്തിലല്ലേ? നല്ലൊരു ആവേശത്തിലാണ്. ഈ ത്രിതല പഞ്ചായത്തിലെ 17-ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഫൈസലിൻ്റെ നേതൃത്വത്തിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ ചിഹ്നം മാറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില വിമതരുണ്ട്. അതിനെ വെല്ലുവിളിച്ചോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോഴും ഞങ്ങളത് ഫൈസലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഫൈസൽ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി 17-ാം വാർഡ് പിടിച്ചെടുക്കും. ഇവിടെ
വിമതരായിട്ട് പ്രവർത്തിക്കുന്നവരെ പാർട്ടി 6 വർഷത്തേക്ക് പുറത്താക്കിയിട്ടുള്ളതാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിസ്റ്റുകൾ അടുത്ത് തന്നെ പ്രസിദ്ധപ്പെടുത്തും. ഇവിടെ പാർട്ടിയുടെ എത്ര വലിയ ഉന്നതരായാലും പാർട്ടിക്ക് പുറത്താണ്. അവർ 6 വർഷത്തിന് ശേഷം മാത്രമേ ഈ പാർട്ടിക്ക് പ്രവേശിക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. 15 വർഷം കഴിഞ്ഞാലും അവർ ഈ പാർട്ടിയിലേക്ക് കയറുന്നതല്ല. ഈ 17ാം വാർഡിനെ സംബന്ധിച്ചോളം ഒരു ഊർജ്ജസ്വലനായ ഒരു പുതുരക്തത്തിനെയാണ് ഇന്നിൻ്റെ ആവശ്യം. അതുകൊണ്ട് ഈ 17ാം വാർഡിൽ നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി ഈ ഫൈസലിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനെല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രവാസി എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നാട്ടിലൊരു കാര്യമായിട്ട് ഫൈസലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഏത് പാതിരാത്രി വിളിച്ചാലും അദ്ദേഹം ഇറങ്ങി വരും, പ്രവർത്തിക്കും. ഈ പ്രളയകാലത്തായാലും മറ്റുള്ള നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഏതും ജനങ്ങളുടെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നത് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. അതിലൊരു എന്താ പറയുക, സ്വാർത്ഥമായിട്ടുള്ള മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു പ്രവർത്തകൻ. അപ്പോൾ ഒരു യുവ നേതാവ് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ ഞങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ട് വരുന്ന ഇപ്പോഴത്തെ യുവാക്കൾക്ക്, ജൻസികൾക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേർ വരുന്നത് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ആവേശത്തോടു കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം, UDF-നെ സംബന്ധിച്ച് പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽ യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ക്യാപ്ഷൻ തന്നെ നല്ല രസം, നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മളിൽ ഒരാളായ എന്നൊക്കെ ആ ഒരു ക്യാപ്ഷനൊക്കെ പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ജനകീയമായൊരു മുഖമാണ്. ഫൈസലെ, താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർഡിന് ആദ്യ പരിഗണന കൊടുക്കുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതായത് ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ആണ്. ആ വെള്ളപ്പൊക്കം തടയാനായിട്ട് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിനായിട്ട് നമ്മളൊരു വാട്ടർ ടാങ്കാണ്. ഇപ്പോൾ നമ്മൾ കുടിവെള്ളം ആശ്രയിക്കുന്നത് ആറാട്ടുപുഴയിൽ നിന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അതായത് 24 hours അവർക്ക് വെള്ളം കിട്ടുന്ന രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള. കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും. അതാണ് പ്രഥമ പരിഗണന. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ശാസ്ത്രീയമായിട്ടുള്ള അവർക്ക് എല്ലാ കൊല്ലവും വെള്ളം കയറുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരിടും. എന്ത് തന്നെയാണെങ്കിലും ചെർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡ് തീ പാറുമെന്നതിൽ ഒരു സംശയവുമില്ല. കനത്ത ഒരു മത്സരം തന്നെയാണ്. 3 മത്സരാർത്ഥികളും, പ്രത്യേകിച്ച് UDF ഒരു പിടിയോടെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ശക്തമായൊരു നേതൃത്വ നിരയൊക്കെയുണ്ട്. അശോകൻ അടക്കമുള്ള ആളുകളുടെയൊക്കെ ഒരു നേതൃത്വ നിരയും എനിക്ക് തോന്നുന്നു പഴയ ആ പ്രവർത്തകരുടെ ഊർജ്ജസ്വലതയേക്കാൾ ഉപരി പ്രവൃത്തി പരിചയവും പുതുതലമുറയുടെ ആ ഒരു ഇതും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ UDF വളരെ മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്തായാലും മറ്റുള്ള പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുകയാണ്.